ഇന്ത്യയുടെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ഈ മാർച്ചിൽ നടക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഹോം ആൻഡ് എവേ മത്സരം അതിൻ്റെ ഒരു പ്രോബബിൾസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഞാൻ ഈ ഒരു പ്രോബബിൾസിനെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, മസ്റ്റായിട്ടും ഈ പ്ലേയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള തരത്തിൽ. അപ്പം അതിൽ പറഞ്ഞിരുന്ന പേരാണ് വിപിൻ മോഹനൻ, പാർദിപ് ഗൊഗോയി, അതുപോലെ ഐസ്വാളിൽ കളിക്കുന്ന ലാൽബിയ ഖാന, അതുപോലെ ഡേവിഡ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിന് കളിക്കുന്ന താരങ്ങൾ. അപ്പോൾ ഈ താരങ്ങളുടെ പേര് എടുത്തു പറയാനുള്ള കാരണം അവരുടെ ഇപ്പോൾ ഈ പ്ലേയേഴ്സ് കളിക്കുന്ന പൊസിഷനിൽ നമ്മുടെ നാഷണൽ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് ഡൗൺ ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഇൻക്ലൂഷൻ വേണം, അതുകൊണ്ട് ഈ പുതുമുഖങ്ങളെ ആഡ് ചെയ്യണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ജയ് ഗുപ്തയുടെ ആണെങ്കിലും മിസാക്കിൻ്റെ ഒക്കെ ആണെങ്കിലും പേര് പറയാം. കാരണം അവർ ISL ഓൾറെഡി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവരുടെ പൊസിഷൻസ് നോക്കി കഴിഞ്ഞാൽ നാഷണൽ ടീമിൽ കളിക്കാൻ പറ്റിയിട്ടുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം ലെഫ്റ്റ് ബാക്കിൽ ആകാശും സുഭാഷിഷും ഒക്കെ ഉണ്ട്. ഇപ്പം ലെഫ്റ്റ് വിങ്ങിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മഹേഷിനെ, അതുപോലെ മറ്റ് വിങ്ങേഴ്സൊക്കെ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ആ നിലയ്ക്കായിരുന്നു പറഞ്ഞത്. ഏതായാലും ഈ പറഞ്ഞ 4 താരങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമുക്ക് ഇനിയൊരു സ്ക്വാഡിൻ്റെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും നമുക്ക് ഗോൾ കീപ്പിംഗ് പൊസിഷൻ എടുക്കാം. ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഗുർപ്രീത്, അമരീന്ദർ, ലച്ചൻബ, വിശാൽ കേത്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. വല്ല ടിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല ഇതിൽ. ഇനി ആരെ എടുക്കാത്തതെന്നുള്ളൊരു പരാതി പറച്ചിലിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഡിഫൻസിലേക്ക് വരുന്നൊരു സമയത്ത് ഇപ്പം ജിങ്കൻ ഇഞ്ചേർഡാണ്. അപ്പോൾ അതിന് പകരം നരേന്ദ്രാണ് വരുന്നത് ഒരു സ്ക്വാഡിൽ. എനിക്ക് നരേന്ദ്രന് ഫൈനൽ സ്ക്വാഡിലേക്ക് വരുമ്പം വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മെഹ്താബും അതുപോലെ നുങ്ക പിന്നെ അൻവറിൽ തിരിച്ചെത്തുന്നൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ. എന്നാൽ വിങ് ബാക്സ് എന്ന നിലയിൽ ജയ് ഗുപ്തയും അമേർ റണാവാഡയും ആഡ് ചെയ്തത് ഒരു നല്ല ഇൻക്ലൂഷനായിട്ട് തോന്നുന്നുണ്ട്. കാരണം അവർ നന്നായിട്ട് പെർഫോം ചെയ്ത് വരികയാണ്. പ്രത്യേകിച്ച് അമയെ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. കാരണം ജയ് ഗുപ്ത എക്സെപ്ഷണലായിട്ട് പെർഫോമൻസ് നടത്തുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ പൊസിഷൻസിൽ നാഷണൽ ടീം നോക്കിയാൽ ഇപ്പം സുഭാഷിഷും അല്ലെങ്കിൽ ആകാശിനെ പോലെ നല്ല പ്ലേയേഴ്സ് ഉണ്ട് നാഷണൽ ടീമിൽ. പക്ഷേ റൈറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ നിഖിലിനെ മാത്രം റിലേ ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അവിടെയാണ് അമയെ ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ പ്രീതമാണല്ലോ. പ്രീത ISL തന്നെ മര്യാദയ്ക്ക് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്നില്ല. അപ്പം അമ്മയെ ആഡ് ചെയ്തത് ഒരു നല്ല ഡിസിഷനായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. മിഡ്ഫീൽഡിലേക്ക് വരുമ്പം എനിക്ക് അനിരുദ്ധ് താപ്പ ഇൻക്ലൂഡ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ചാൻസസ് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം സ്ഥിരമായിട്ട് നാഷണൽ ടീം കളിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ മാച്ച് ഒഴിവാക്കുക എന്നുള്ളത് അദ്ദേഹം സ്ക്വാഡിലുണ്ട്. പക്ഷേ വിപിൻ മോഹൻ ഇപ്പോൾ ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ് ISL നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലത്തെ ഒരു പ്ലെയറൊക്കെ നമുക്ക് ആവശ്യമായിരുന്നു, പക്ഷേ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷേ പുട്ടിയായ ഇൻക്ലൂഡ് ചെയ്തത് ഇറ്റ്സ് എ ഗുഡ് തിങ് എന്നുള്ള നിലയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് പെർഫോം ചെയ്ത് വരുന്നുണ്ട് ISL ഒഡീഷ FCക്ക് വേണ്ടിയാണെങ്കിലൊക്കെ. അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഹിത് കുമാറിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം എനിക്കൊന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ദീപക് താങ്കരിയൊക്കെ പെർഫോമൻസ് ഉയർന്നു വന്നു. അതുപോലെ അപ്പുയ ഇപ്പോൾ സ്ഥിരമായിട്ടൊക്കെ ടീം വരുന്നത്. ഇനിയിപ്പം രോഹിത് കുമാറിൻ്റെ ഒരു ആവശ്യകതയില്ല. പ്രത്യേകിച്ച് ഇപ്പം BFCയിൽ അദ്ദേഹത്തിന് അത്രമേൽ ഓപ്പർച്യൂണിറ്റി തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. വിങ്ങേഴ്സിലേക്ക് വരുമ്പോൾ ഉദാന്ത സിംഗിനെ കോച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. നല്ല കാര്യം. പുള്ളി വലിയ പെർഫോമൻസ് ഒന്നും വരുന്നൊന്നുമില്ല. എന്നാൽ ഇപ്പം പുതുതായിട്ട് ഉൾപ്പെടുന്ന താരങ്ങൾ ഇസാക്കിനെ ഉൾപ്പെടുത്തി, ഇമ്രാൻ ഖാനെ ഉൾപ്പെടുത്തി. രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. കോൺട്രിബ്യൂഷനൊക്കെ നന്നായിട്ട് കൊടുക്കുന്ന താരങ്ങളാണ്. ഇവൻ ഇതിലേതെങ്കിലും ഒരു താരമെങ്കിലും ഒരു ഫൈനൽ 23ലേക്കും വരണമെന്ന് ഞാൻ ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ രാഹുൽ KP ഇൻക്ലൂഡ് ചെയ്തിട്ട് രാഹുൽ KP നിലവിൽ ISL അത്ര പെർഫോമൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ നാഷണൽ ടീമിൽ അദ്ദേഹം ഒരു മാച്ചൊക്കെ ഏഷ്യ കപ്പിൽ കളിച്ചപ്പോൾ അത്യാവശ്യം ഡീസൻ്റായിട്ട് കളിച്ചിരുന്നു. ഇനിയാണ് സെൻറ്റർ ഫോർവേഡ് പൊസിഷൻ. അവിടെയാണ് എനിക്ക് ഏറ്റവും ദാരിദ്ര്യം തോന്നിയത്. അവിടെയാണ് ഇപ്പം ഇവൻ വിപിനെ എടുത്തില്ലെങ്കിലും കുട്ടിയെ എടുത്തതിലും ഒരു സന്തോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ സെൻറ്റർ ഫോർവേഡ് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ സുനിൽ ഛേത്രി അദ്ദേഹം ഇപ്പം ഗോൾ തന്നെ അടിക്കുന്നില്ല. അതുപോലെ നിഷാൻ എന്ന് പറയുന്ന താരം, നിഷാൻ പണ്ഡിത KBC കളിക്കുന്ന താരമാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പം മൻവീർ സിംഗിനെ ഒരു ഫോർവേഡ് എന്ന നിലയിൽ ഉൾപ്പെടുത്തി. പക്ഷേ അദ്ദേഹം വിങ്ങിലാണ് ഇപ്പം കളിച്ച് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നാഷണൽ ടീമിൽ സെൻറ്റർ ഫോർവേഡ് വരുമ്പോൾ അദ്ദേഹം കളിക്കില്ല, നന്നായിട്ട് കളിക്കില്ല. അതൊരു വസ്തുതയാണ്. അതിൽ വിക്രമാണെങ്കിൽ ഒരു വിങ്ങറായിട്ടെന്നുള്ള നിലയിലുള്ള ഒരു പ്ലെയറാണ്. അപ്പം അവിടെ അദ്ദേഹം കൊടുത്താൽ പറ്റില്ല. സോ ആ ഒരു സാഹചര്യത്തിലാണ് ഈവൻ എനിക്ക് തോന്നുന്നു ശിവശക്തിയോ പാർദിപ് ഗൊഗോയോ ഇവരിൽ ആരെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ തോന്നുന്നത്. ഈവൻ ഇഷാന് വരും ഗുർക്കീറത്തായിരുന്നെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ ആഷിക്കാറായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. കാരണം അതിനേക്കാൾ ഗെയിം ടൈം കിട്ടുകയും ഗോളും സ്കോർ ചെയ്തിട്ടുണ്ട്. ഇഷാൻ്റെ ഒരു അവസ്ഥ ഇപ്പം ഒരു മോശം ഫോമിൽ തന്നെയാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന് ഒരു എന്താ പറയുക, എനിക്ക് ഒരു യാതൊരു വിധത്തിൽ ഇപ്പം ഗെയിം ടൈം KBC കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹം ആ ഒരു ഗോവയിലെ കളിച്ചതിനേക്കാൾ കൂടുതൽ ഗെയിം ടൈം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു കളിയിൽ അങ്ങനെ ഒരു പ്രകടമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ട്. ആ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ ഒരു കേപ്പബിലിറ്റി എന്തോ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇഷാൻ എന്നുള്ള നിലയിലല്ല ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഗോൾ ആരടിക്കും എന്നുള്ളതാണ് ചോദ്യം. കാരണം ഛേത്രിയുടെ അവസ്ഥ ഇപ്പം നമ്മൾ കണ്ടതാണ് എന്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഗോൾ അടിക്കാനൊരു താരമില്ല എന്നുള്ളൊരു പ്രോബ്ലമാണ്. ഇമ്പോർട്ടൻറ്റ് മാച്ചാണ് രണ്ടും. അഫ്ഗാനിസ്ഥാനെതിരെ നടക്കാൻ പോകുന്ന 2 മാച്ച് അത് നിർണ്ണയിക്കും നമ്മുടെ അടുത്ത റൗണ്ടിലെ കാര്യങ്ങളൊക്കെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസിഷൻ വരികയാണ്.